ഒരു 23 വയസ്സായ ഒരു പെൺകുട്ടിയേം കൊണ്ട് ഒരമ്മ വന്നിരുന്നു. അപ്പൊ നല്ല മിടുക്കിയായ കുട്ടി, നല്ല പഠിക്കുന്നുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ട്. പക്ഷേ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് പ്രശ്നം. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് അങ്ങനെ ആവശ്യം വരുന്നില്ല. കുട്ടിക്ക് അത് പറയുന്നത് വിവാഹം വേണ്ട എന്നാണ്. അപ്പോ ആ കുട്ടീനെ നമ്മള് പഠിച്ചപ്പോഴ് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ കുട്ടി പഠിച്ചിരിക്കുന്നത് അമ്മയുടെ അച്ഛന്റെയും കല്യാണത്തിൽ നിന്ന് കുട്ടി പഠിച്ചിരിക്കുന്നത് സ്നേഹം ഹേർട്ട് ചെയ്യുന്നതാണ്, സ്നേഹം വേദനിപ്പിക്കുന്നതാണ്. അതല്ലാണ്ട് കുട്ടിക്ക് പ്രണയത്തിലോ സ്നേഹത്തിലോ വിശ്വാസമില്ലായ്കയൊന്നുമില്ല. കുട്ടി അവരുടെ വീട്ടിലെ ആ സാഹചര്യം കൊണ്ട് പഠിച്ചത് ഇതാണ്. കല്യാണത്തിലൂടെ വരുന്ന സ്നേഹം വേദനിപ്പിക്കും എന്നുള്ളൊരു സംഭവമാണ് കുട്ടി പഠിച്ചു വെച്ചത്. കാരണം അവള് വളർന്നപ്പോ അവള് കാണുന്നുണ്ടായിരുന്നു, അച്ഛൻ മദ്യപിച്ച് വരുമ്പോ അമ്മമ്മയുടെ ഒരു ഡിസ്റ്റർബ്ഡ് ഫേസ്, പിന്നെ രാത്രി 2 മണിക്കൊക്കെ കതക് ഇങ്ങനെ കൊട്ടിയടക്കണ ശബ്ദം, പിന്നെ ഇവരുടെ വഴക്കിന്റെ ഇടയിൽ ഇവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുട്ടി കണ്ടുവച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇവൾക്ക് പ്രപ്പോസൽസ് വരുമ്പോൾ ഇവളുടെ മുന്നിൽ വരുന്ന ആദ്യത്തെ പിക്ചർ ഇവളുടെ അമ്മയാണ്. ഇവളുടെ അമ്മയുടെ ഒരു നിസ്സഹായാവസ്ഥയും അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഇവള് ഇതിന് തയ്യാറാവുന്നില്ല. അപ്പൊ ഈ കുട്ടി പഠിച്ചിരിക്കുന്നൊരു പാഠം, ഇപ്പൊ ഇവര് ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല, നമ്മൾ അതിനെ അങ്ങനെ കാണരുത്. ഈ കുട്ടിക്ക് ഒരു കല്യാണം കഴിച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടല്ല. പക്ഷെ ഈ കുട്ടി വിചാരിക്കുന്നത് ഇതിന്റെ അമ്മയെ പോലെ എനിക്ക് ആവാൻ പറ്റില്ല. ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഇവർക്ക് പേടി. ഞാൻ എൻ്റെ അമ്മയെ പോലെ ആകുമോ എന്ന ഒരു പേടി കാരണമാണ് പെൺകുട്ടികൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലാണ്ട് അവർക്ക് പുതിയ കല്യാണമായിട്ട്, പുതിയ ജനറേഷനാണ്, അവർക്കൊന്നുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് സാധാരണ അവർക്ക് നേരെ വരുന്ന കുറ്റപ്പെടുത്തൽ. അതല്ല അവർ ചെയ്യുന്നത്. അവർക്ക് പേടി ഇതല്ല, അവർക്ക് പേടി ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമതായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഇവരുടെ ഭയങ്ങൾ എഴുതാൻ പറയും. അപ്പൊ എന്തുകൊണ്ട് വിവാഹം വേണ്ട, ആ പേടി എന്താണ്, വിവാഹത്തിനോടുള്ള പേടി എന്താണെന്ന് ഇവരോട് എഴുതാൻ പറയും. ഇവരെഴുതി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ അതിനൊരു രൂപം കിട്ടും. ചിലപ്പോൾ അമ്മയുടെ ആയിരിക്കും, അല്ലെ അച്ഛൻ്റെ ആയിരിക്കും, അല്ലെ ഇവർ കണ്ട ഏതെങ്കിലും ഒരു ബ്രോക്കൺ മാരേജിലെ ഫിഗർ ആയിരിക്കും. അങ്ങനെ രൂപം കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് അവർക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് അവർക്ക് അതിന് മറികടക്കാൻ സാധിക്കും. പിന്നെ രണ്ടാമതായിട്ട് ഇവരോട് ചോദിക്കുക, ഇവർക്കിപ്പോൾ കൂടുതൽ വിശ്വാസമുള്ള ബന്ധങ്ങളുണ്ടാവും ഫ്രണ്ട്സുമായിട്ടോ വേറെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഇവർക്ക്. അതായത് സ്നേഹം എന്നാൽ വേദനയല്ല എന്ന് പഠിപ്പിക്കുന്ന കുറച്ച് ബന്ധങ്ങളുണ്ടാവും. അത് കൂടുതലായിട്ട് വളർത്തുക. അങ്ങനെ വരുമ്പോൾ ഈ പേടീനെ ചെറുക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. വിവാഹം എന്ന പേടീനെ ചെറുക്കാൻ അവർക്ക് കൂടുതൽ ഈസി ആയിരിക്കും. മൂന്നാമതായിട്ട് ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെ സഹായം തേടുക എന്നുള്ളതാണ്. അതായത് ഇവരുടെ കുട്ടിക്കാലത്തെ മുറിവുകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു തെറാപ്പിസ്റ്റിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾ ഒറ്റയ്ക്കല്ല, ഇവർക്കിത് ഓവർകം ചെയ്യാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട്. നിങ്ങളുടെ പേടി ഉണ്ടല്ലോ, അതൊരു തടസ്സമല്ല, അത് ശരിക്കും ഒരു വഴികാട്ടിയാണ്. അതിന് ധൈര്യമായിട്ട് നേരിടുക. നല്ലൊരു ജീവിതം ഉണ്ടാവും.